പറയാറില്ല. അതിന് ഏറ്റവും വലിയ അറിവെന്നാണ് പറയുക. ഒരു മനുഷ്യൻ ലോകത്ത് അറിയുന്ന ഏറ്റവും വലിയ അറിവേതാണ്? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണ്. ആ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് ഭ്രാന്തല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. സഹോദരങ്ങളെ, ആ കവികൾ, ആ കവിതയുടെ പേര് പറഞ്ഞ ആളുകൾ പറയുകയാണ്, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഈടവഴിയെ വരണം അവളുടെ നിർബന്ധം ഭ്രാന്തായാൽ. അതായത് ലൈല എന്ന് കവി അവിടെ ഉദ്ദേശിക്കുന്നത് ആരാണ്? അള്ളാഹുവാണത്രേ. അങ്ങനെ വിശദീകരണം പറയുകയാണ്. ആധുനിക സൂഫി പാട്ടുകൾ പാടി ചില ആളുകൾ ലൈല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒരു കാമുകിയാണ്. ഏതാണ് ആ കാമുകി? നിങ്ങൾ ആഗ്രഹിച്ച പോലെ ദുനിയാവിലെ ഏതെങ്കിലും പെണ്ണിന്റെ പേരല്ല. പിന്നെയോ നമ്മൾ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കുന്ന, ഞങ്ങളെ ഭ്രാന്ത് പിടിപ്പിച്ച അള്ളാഹു ആകുന്ന കാമുകിക്ക് ഞങ്ങളുടെ പേരാണ് ലൈല. അങ്ങനെ പേരിടാൻ പാടുണ്ടോ? അള്ളാഹുവിന് 99 നാമങ്ങളില്ലേ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. യാ അല്ലാഹു, യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്, യാ ഖുദ്ദൂസ്, യാ സലാം, യാ മുഅ്മിൻ, യാ മുഹൈമിൻ, യാ അസീസ്, യാ ജബ്ബാർ, യാ മുതകബ്ബിർ, യാ ഖാലിഖ്, യാ